തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെയും വോട്ടെടുപ്പിന്റെയും വോട്ടെണ്ണലിന്റെയും വേളകളിലെല്ലാം തെല്ലും ആശങ്കയ്ക്ക് വകയില്ലാത്ത സാഹചര്യമായിരുന്നു UDFന്. കുറവലങ്ങാട് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച നിമിഷം മുതൽ തന്നെ UDF പ്രാദേശിക നേതൃത്വത്തിന്റെ അച്ചടക്കവും നേതൃത്വ പാഠവും വ്യക്തമാക്കിക്കൊണ്ടുള്ള നീക്കങ്ങളായിരുന്നു മുന്നണിയിൽ കാണുവാൻ കഴിഞ്ഞത്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നേരിയ അസ്വാരസ്യങ്ങൾ ചില കോണുകളിൽ നിന്ന് ഉയർന്നുവെങ്കിലും അവയെല്ലാം അകറ്റി നിർത്തിക്കൊണ്ട് തികഞ്ഞ കെട്ടുറപ്പോടും ധൈര്യത്തോടും കൂടി UDF നേതൃത്വത്തിന് മുന്നേറുവാൻ കഴിഞ്ഞു എന്നത് സഹകാരികളുടെ പിന്തുണയിലും വിജയത്തിലും വളരെ വ്യക്തമായി നിഴലിച്ചു. 13,360 വോട്ടർമാരുള്ള സഹകരണ ബാങ്കിൽ 5,100ഓളം പേരാണ് വോട്ടിംഗ് അവകാശം വിനിയോഗിച്ചത്. വോട്ടെടുപ്പ് വേളയിലെല്ലാം UDF പ്രവർത്തകരുടെ, പ്രത്യേകിച്ച് യുവജന പ്രവർത്തകരുടെ സജീവ സാന്നിധ്യം വ്യക്തമായിരുന്നു. സ്ക്വാഡ് പ്രവർത്തനങ്ങളിലും കൺവെൻഷനുകളിലും UDFന്റെ മേൽക്കോയ്മ ആദ്യം മുതൽ തന്നെ വ്യക്തമായിരുന്നു. പരസ്യ പ്രചരണവുമായി ബന്ധപ്പെട്ട് UDF സജീവ സാന്നിധ്യം ഉറപ്പിക്കാൻ കഴിഞ്ഞു എന്നതും ഏറെ ശ്രദ്ധേയമാണ്. UDF മണ്ഡലം നേതാക്കളായ PC കുര്യൻ, തങ്കച്ചൻ അബ്രാഹം കാവുങ്കൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു UDF പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തിയത്. മുൻ സഹകരണ ബാങ്ക് പ്രസിഡന്റ് VC വർക്കി വടക്കടവും പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ സജീവമായി രംഗത്ത് ഇറങ്ങിയിരുന്നു. വോട്ടെടുപ്പ് പൂർണ്ണമായും തീർന്നതോടുകൂടി വോട്ടെണ്ണലിന്റെ ഘട്ടം ആരംഭിക്കുമ്പോഴും UDF പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി വോട്ടെടുപ്പ് നടന്ന കുറവലങ്ങാട് സെന്റ് മേരി സ്കൂൾ മൈതാനത്ത് സംഘടിച്ചിരുന്നു. വിജയം തങ്ങൾക്കൊപ്പമാണ് വീണ്ടുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു പ്രവർത്തകരുടെ ആവേശം ഉയർന്നു പൊങ്ങിയത്. 13,360 വോട്ടുകളിൽ 5,100 പേർ വോട്ട് രേഖപ്പെടുത്തുകയും വോട്ടെണ്ണലിൽ തരംതിരിച്ചപ്പോൾ തന്നെ UDF മുന്നേറ്റം പ്രകടമാകുകയും ചെയ്തിരുന്നു. ബാലറ്റുകളുടെ സോർട്ടിംഗ് 25 ടേബിളുകളിലായാണ് പൂർത്തീകരിച്ചത്. ആദ്യ ലീഡ് UDFന് അനുകൂലമായിരുന്നു എന്നതിനപ്പുറം പൂർണ്ണ പാനൽ വോട്ടുകളുടെ എണ്ണത്തിൽ UDFന് മേൽക്കോയ്മ നിലനിർത്തുവാനും കഴിഞ്ഞു. 1,492 പൂർണ്ണ പാനൽ വോട്ടുകളാണ് UDFന് ലഭിച്ചത്. ഈ സാഹചര്യത്തിൽ LDFന് 407 പൂർണ്ണ പാനൽ വോട്ടുകൾ മാത്രമേ ലഭിച്ചുള്ളൂ. 41 വോട്ടുകൾ അസാധുവായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇരു മുന്നണികളിലുംപ്പെട്ട സ്ഥാനാർത്ഥികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വോട്ടെടുപ്പ് നടത്തിയ ബാലറ്റുകളുടെ എണ്ണലാണ് പിന്നീട് നടന്നത്. ഓരോ ടേബിളുകളിലും UDF മേൽക്കൈ നേടുന്ന കാഴ്ചകളായിരുന്നു കാണുവാൻ കഴിഞ്ഞത്. പൂർണ്ണ പാനൽ വോട്ടുകളുടെ എണ്ണം സംബന്ധിച്ച് പുറത്തറിഞ്ഞതോടെ തന്നെ UDF പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി സംഘടിച്ച് എത്തിയിരുന്നു. UDF മണ്ഡലം നേതാവായ PC കുര്യനെ തോളിലേറ്റിയായിരുന്നു യുവജന പ്രവർത്തകരുടെ ആഘോഷം. സ്ഥാനാർത്ഥികളിൽ ചിലരെയും യുവജന നേതാക്കളെയും തോളിലുയർത്തി ആഹ്ലാദം പങ്കിടുന്നതും കാണാമായിരുന്നു. UDF പ്രവർത്തകർ ടൗണിൽ വിജയാഹ്ലാദ പ്രകടനം നടത്തിയതിനെ തുടർന്നായിരുന്നു സഹകരണ ബാങ്കിൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത്. ഇതിലെ പ്രഖ്യാപനം കൂടി എത്തിയതോടെ ആഹ്ലാദം അലതല്ലുകയായിരുന്നു. ബാങ്കിന്റെ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തുന്നതിന് വേണ്ടി നമ്മള് PJ ശ്രീ സാറിനെ നമ്മുടെ ബാങ്കിന്റെ പ്രസിഡന്റായിട്ടും നമ്മുടെ അനിൽകുമാറിനെ നമ്മുടെ ബാങ്കിന്റെ വൈസ് പ്രസിഡന്റായിട്ടും ഇപ്പോൾ അവരെ കമ്മിറ്റി 13 പേരുടെ ഒന്നിച്ച് എല്ലാവരുടെ അനുവാദത്തോടു കൂടി അവരെ ചുമതലയേക്കുന്നതിന് വേണ്ടി ബാങ്കിന്റെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന ശ്രീ സാർ ഞങ്ങളോട് 2 വാക്ക് പറയും. ഹലോ, ഏറ്റവും ബഹുമാനപ്പെട്ട പ്രിയ സുഹൃത്തുക്കളെ, ഈ അവസരത്തിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. എനിക്കും എന്റെ കൂടെ ജയിച്ച ബാക്കി 12 സ്ഥാനാർത്ഥികൾക്കും കൂടുതലായിട്ടൊന്നും പറയാനില്ല. നിങ്ങളോട് എങ്ങനെ നന്ദി പറയണം എന്ന് ഞങ്ങൾക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ദിവസങ്ങളോളം രാവും പകലും UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പണിയെടുത്ത, ബുദ്ധിമുട്ടിയ നിങ്ങൾക്ക് ഓരോരുത്തർക്കും 1000 നന്ദി പറയാൻ ഈ അവസരത്തിൽ ഒരു കാര്യം മാത്രം സൂചിപ്പിച്ച് പറഞ്ഞുകൊണ്ട്, നിങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ച ഈ പുതിയ ഭരണസമിതിയിൽ അർപ്പിച്ച നിങ്ങളുടെ വിശ്വാസം ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി അത് അനുസരിച്ച് പ്രവർത്തിക്കും. ഈ ബാങ്കിന്റെ അംഗങ്ങളുടെയും മെമ്പേഴ്സിന്റെയും സഹകാരികളുടെയും നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ അടുത്ത 5 വർഷം ഒറ്റക്കെട്ടായി ഒരുപോലെ